എന്തായാലും അണ്ണനെയും വീഴ്ത്തി. ഇനി അടുത്തത് ആരാണെന്നാവോ? ഞാൻ അവളോട് ചോദിച്ചു. അതൊക്കെ ഇനിയും ഉണ്ടാകും, നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും എൻ്റെ സങ്കടം അതല്ലടാ. എന്താടി ഇനി നിൻ്റെ സങ്കടം? ഞാൻ അവളോട് ചോദിച്ചു. അല്ലടാ, നമുക്കൊന്ന് കാണാൻ പറ്റില്ലല്ലോ, അതോർത്തിട്ടാ. ഷേ, ഒന്ന് പോടി കുരിപ്പേ, എപ്പോൾ നോക്കിയാലും നിനക്ക് ഈ ആഗ്രഹമേ ഉള്ളൂ. അത് പിന്നെ ഫോണിലൂടെ കണ്ടു മടുത്തു, എനിക്കുറച്ച് നേരിട്ട് കാണാമെന്ന് വെച്ചിട്ടാടാ. ഓ അങ്ങനെ, കൊള്ളാം, നല്ല ബെസ്റ്റ് ആഗ്രഹം. ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ചേട്ടൻ്റെ ഒന്ന് നേരിട്ട് കാണണം. അതെങ്കിലും കണ്ട് എൻ്റെ ആഗ്രഹം എനിക്ക് സഫലമാക്കണം. ഷേ, ഒന്ന് പോടി, നീ അത് വിട്ടില്ലേ? ഞാൻ അവളോട് ചോദിച്ചു. അയ്യടാ, അത് ഞാൻ വിടൂല. ഇനി എന്ത് വന്നാലും ഞാനത് കണ്ടിരിക്കും. അതിന് വല്ലതും ഉണ്ടായിട്ട് വേണ്ടേടി, കുറേ ആയില്ലേ ഇത് പറയാൻ തുടങ്ങിയിട്ട്. ഞാൻ അവളോട് പറഞ്ഞു. ചേട്ടൻ നോക്കിക്കോ, നാളെ ഞാൻ എന്തായാലും രണ്ടിലൊന്ന് ഉറപ്പിക്കും, അത് ഉറപ്പാ. ശരി, നമുക്ക് നോക്കാം. പിന്നെ ഇല്ലെങ്കിൽ അറിയാലോ എന്ത് സംഭവിക്കുമെന്ന്, അത് മോൾ മറക്കണ്ട. ആ, അതൊന്നും ഞാൻ മറന്നിട്ടില്ല. ഞാനിപ്പോൾ പോണ്, അമ്മ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. ഇനി അമ്മയ്ക്ക് ഡൗട്ടൊന്നും അടിക്കണ്ട. അങ്ങനെ അതും പറഞ്ഞ് അവൾ അവളുടെ റൂമിലേക്ക് പോയി. എനിക്കാണെങ്കിൽ പിന്നെ കിടന്നിട്ട് ഉറക്കവും വരുന്നുണ്ടായില്ല. കുറേ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നോക്കി, എന്നിട്ട് രക്ഷയുണ്ടായില്ല. അങ്ങനെ രാത്രിയായി. ഒരു 11 മണിയായപ്പോൾ ഞാൻ അനിയത്തിക്ക് ഒരു മെസ്സേജ് അയച്ചു. പക്ഷെ അവൾ ആ മെസ്സേജ് നോക്കിയത് പോലും ഇല്ല. ബോറടിച്ചിരിക്കുന്ന ഞാൻ ഫോണെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടിക്കൊണ്ട് കിടന്നു. ഉറക്കം വരാത്തതുകൊണ്ട് തന്നെ മനസ്സിൽ പല ചിന്തകളും കയറാൻ തുടങ്ങി. എങ്ങനെയാ ഇപ്പോൾ ഒന്ന് പൊലിപ്പിക്കാമെന്ന് കരുതിയിരിക്കുമ്പോൾ പെട്ടെന്നൊരു വാട്സപ്പ് നോട്ടിഫിക്കേഷൻ വന്നു. ഞാൻ നോക്കുമ്പോൾ ശോഭേച്ചയായിരുന്നു അത്. ഡാ, ഉറങ്ങിയോ? ശോഭേച്ചയുടെ മെസ്സേജ്. ഇല്ലല്ലോ, ഞാൻ മറുപടി കൊടുത്തു. എന്താടാ ഉറങ്ങാത്തത്? 11 ആയില്ലേ, നീ ആരെ കാത്തിരിക്കുക? അത് ഞാൻ ചുമ്മാ ഫോണിൽ കളിച്ചുകൊണ്ട് കിടക്കായിരുന്നു. എന്താടാ ഫോണിൽ വല്ല ചുറ്റിക്കളിയുണ്ടോ? ശോഭേച്ച് ചോദിച്ചു. ഏയ്, അങ്ങനെയൊന്നുമില്ല, ചുമ്മാ വീഡിയോസൊക്കെ കണ്ടുകൊണ്ട് കിടക്കുക. അതെന്താടാ ഒന്നും ഇല്ലാത്തേ? അതൊക്കെ ഒരു രസമല്ലേടാ? ആ, രസമൊക്കെ തന്നെയാ, നമുക്കതിനൊന്നും ആരുമില്ല ചേച്ചി, ഞാൻ പറഞ്ഞു. അല്ലടാ, അമ്മയും മീരയും കിടന്നോ? ആ, അവരൊക്കെ എപ്പോഴേ കിടന്നു. അല്ല, രാജേട്ടൻ എവിടെ? ഞാൻ ചോദിച്ചു. ഇവിടെ ഉണ്ട്, 2 അടിച്ചിട്ട് എന്നോട് വഴക്കിട്ട് കിടക്കുക. ഓ, അപ്പോൾ രാജേട്ടൻ ചോദിക്കല്ലേ ആർക്കാ ഈ ടൈമിൽ മെസ്സേജ് അയക്കുന്നതെന്ന്? ആ, അതിന് രാജേട്ടൻ കിടക്കുന്ന ഹാളിലാണ്, ഞാൻ റൂമിലിരുന്ന മെസ്സേജ് അയക്കുന്നത്. അങ്ങേരിനി ഇപ്പോഴൊന്നും എഴുന്നേക്കാൻ പോകുന്നില്ല. ഓ, അപ്പോൾ കുട്ടികളോ? അവരൊക്കെ ഉറങ്ങിയടാ, ഇനി രാവിലെ നോക്കിയാൽ മതി, ചേച്ചി പറഞ്ഞു. അല്ല ചേച്ചി, ചേച്ചി നോക്കിയോ രാജേട്ടൻ്റെ ഫോൺ? ഞാൻ ചേച്ചിയോട് ചോദിച്ചു. ആടാ, ഞാൻ നോക്കി, അത് പറയാനാ ഞാൻ മെസ്സേജ് അയച്ചത്. ഡാ, ഞാൻ നിന്നെ വിളിക്കട്ടെ, നിനക്ക് സംസാരിക്കാൻ പറ്റുമോ? ആ, അതിനെന്താ കുഴപ്പം, ചേച്ചി വിളിച്ചോ, ഞാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ചേച്ചി വാട്സപ്പിൽ എന്നെ വിളിച്ചു. ഹലോ ഡാ, കേൾക്കുന്നുണ്ടോ? ആ, കേൾക്കുന്നുണ്ട്, പറ ചേച്ചി. ഡാ, ഞാനെല്ലാം കണ്ടു, എനിക്കെല്ലാം മനസ്സിലായി. രാജേട്ടൻ ഞാൻ വിചാരിച്ച പോലുള്ള ഒരാളല്ല. എന്തൊക്കെയാ ആ ഗ്രൂപ്പിൽ നടക്കുന്നത്? ഇപ്പോൾ മനസ്സിലായില്ല ചേച്ചിക്ക് അന്ന് രാജേട്ടൻ അയാളെ എന്തിനാ വിളിച്ചുകൊണ്ട് വന്നതെന്ന്? ഞാൻ ചോദിച്ചു. ആടാ, എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി. എന്നെ പറ്റിയൊക്കെ ഓരോരുത്തരുമാർ എന്തൊക്കെയാണ് പറയുന്നത് കേട്ടിട്ട് എനിക്ക് പോലും എന്തൊക്കെയോ തോന്നിപ്പോയി. എന്ത് തോന്നിപ്പോയെന്ന് ഞാൻ ചേച്ചിയോട് ചോദിച്ചു. ഒന്ന് പോടാ, എന്നെ കളിയാക്കാതെ. അല്ല ചേച്ചി, ചേട്ടനോട് ചോദിച്ചോ അതിനെപ്പറ്റി വല്ലതും? ഏയ്, ഞാനൊന്നും ചോദിച്ചില്ല. അപ്പോഴേക്കും അങ്ങനെ കുടിച്ച് ഒരു മൂലയിലായി. അല്ല, അപ്പോൾ ചേച്ചി ചോദിക്കുന്നില്ലേ? ഏയ് ഇല്ലടാ, ഞാനിനി ചോദിക്കാനൊന്നും പോകുന്നില്ല. ഇനി അതും പറഞ്ഞായിരിക്കും അടുത്ത അടി. അല്ല, അപ്പോൾ ചേച്ചിക്ക് അതിലൊന്നും ഒരു കുഴപ്പമില്ലേ? ഞാൻ ചോദിച്ചു. ആ, അതൊക്കെ ഉണ്ടടാ, ഇല്ലെന്നല്ല. എനിക്ക് തോന്നുന്നില്ലടാ, ഞാൻ വിചാരിച്ചാൽ ഇതൊക്കെ നിർത്താൻ പറ്റുമെന്ന്.
പിന്നെ ഞാൻ മാത്രമൊന്നും അല്ല, രാജേട്ടൻ്റെ കൂട്ടുകാരന്മാരുടെ എല്ലാ ഭാര്യമാരും അതിലുണ്ട്. അവർക്കൊന്നും കുഴപ്പമില്ലല്ലോ. പിന്നെ ഞാനായിട്ട് എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? അതിന് ചേച്ചി, അവർക്കറിയില്ലല്ലോ അവരുടെ ഭർത്താക്കന്മാർ ഈ ചെയ്യുന്നതൊന്നും. അറിഞ്ഞാൽ എല്ലാത്തിനെയും ഓടിക്കും, നോക്കിക്കോ. ഓ, എനിക്ക് തോന്നില്ല. ആരാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത്? ഞാൻ തന്നെ അത് കണ്ടപ്പോൾ ഒന്ന് ആശിച്ചു പോയടാ. ആഹാ, കൊള്ളാലോ ചേച്ചി. ഞാനാകെ പേടിച്ചിരുന്നു. ചേച്ചി ഇതൊക്കെ കണ്ട് ആകെ പ്രശ്നമാക്കുമോ എന്ന് കരുതി. ഇതിപ്പോൾ മറ്റേ പഴഞ്ചൊല്ല് പോലെ ആയല്ലോ. അത് പിന്നെ നിന്നോട് പറയാലോടാ, എനിക്കും ഇതൊക്കെ തോന്നിയിരുന്നു. പക്ഷേ രാജേട്ടൻ എന്ത് വിചാരിക്കുമെന്ന് കരുതിയായിരുന്നു ഞാൻ മിണ്ടാതിരുന്നത്. ഇതിപ്പോൾ രാജേട്ടനായിട്ട് ഇതിലേക്ക് ഇറങ്ങിയ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ കാര്യവും ഈസി ആയില്ലേടാ. ഓ, അപ്പോൾ ചേച്ചിക്ക് രാജേട്ടൻ അങ്ങനെയൊക്കെ പോകുന്നതൊക്കെ ഇഷ്ടമാണോ? ആ, അതിനിപ്പോൾ എന്താടാ, പൊക്കോട്ടെ. എത്രയെന്ന് വെച്ചാൽ എന്നെ ഇങ്ങനെ ആർക്കായാലും മടുക്കില്ലേ. എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്കും വേണം ഈ ഫ്രീഡം, അല്ലെങ്കിൽ ഞാനും സമ്മതിക്കില്ല. ആഹാ, കൊള്ളാം. ഇനിയിപ്പോൾ അറിഞ്ഞുകൊണ്ട് ഫോട്ടോസിന് പോസൊക്കെ ചെയ്യാമല്ലോ ചേച്ചിക്ക്. ഞാൻ പറഞ്ഞു. അത് ശരിയാ. ഇനിയൊരു കലക്ക് കലക്കണം. എല്ലാത്തിനെയും ഞാൻ എൻ്റെ പിറകെ വരുത്തും. അല്ലടാ, നീ അന്ന് എൻ്റെ ഫോട്ടോസ് എല്ലാം കണ്ടില്ലേ? ആ, കണ്ടു. എന്നിട്ട് നിനക്കൊന്നും തോന്നിയില്ലേ എന്നോട്? എന്ത് തോന്നാൻ? ചേച്ചി എൻ്റെ അമ്മയുടെ അനിയത്തിയല്ലേ, പിന്നെ എനിക്കൊന്നും തോന്നില്ല. ഒന്ന് പോടാ, കള്ളം പറയാതെ. ഞാൻ ആ ഗ്രൂപ്പിൽ കണ്ടു. എല്ലാവരും എന്നെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ നിനക്ക് മാത്രം എന്താ ഒന്നും തോന്നാത്തത്? നീ എന്താ ആണല്ലേ? എന്താ ചേച്ചി, എൻ്റെ ആണത്തം ഞാൻ കാണിക്കണോ? ഓ, അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഒന്ന് കാണിക്ക്, ഞാനൊന്ന് നോക്കട്ടെ. രാത്രിയായിപ്പോയി. ഇല്ലെങ്കിൽ ഞാനങ്ങ് വന്നാനേ, ഞാൻ ആരാണെന്ന് അറിയിക്കാൻ. കിടന്ന് വീമ്പിളക്കാതെ ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ വാ, എന്നിട്ട് മാസ് കാണിക്ക്. അല്ലാതെ വലിയ ഡയലോഗ് അടിക്കല്ലേ മോനെ. ഇപ്പോൾ വരാനോ? ഇപ്പോൾ ഞാൻ എങ്ങനെ വരാനാ ചേച്ചി? ആ, അതാ പറയുന്നത്, വെല്ലുവിളിക്കുമ്പോൾ നോക്കി വെല്ലുവിളിക്കണമെന്ന്. നിനക്ക് ആ തലയിണയും കെട്ടിപ്പിടിച്ച് കിടക്കാനേ അറിയൂ, ചേച്ചി പറഞ്ഞു. ഓ, ഈ പറയുന്ന ആൾക്ക് എല്ലാം അറിയാമല്ലോ. ഞാൻ കണ്ടു ചേച്ചിയുടെ വാട്സപ്പ് ഗ്രൂപ്പ്. എന്നിട്ട് ഞാൻ ചേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒന്നും അറിയാത്ത ഒരു പച്ച പാവത്തിനെ പോലെ. ഓ, അതൊക്കെ നീ കണ്ടോ? ഡാ മണ്ട, അതൊക്കെ രാജേട്ടൻ തന്നെയാണ് എന്നെ ആ ഗ്രൂപ്പിൽ ആഡാക്കിയത്. പിന്നെ ഒരു കാര്യം, നീ അന്ന് ആ ഗ്രൂപ്പ് തുറന്ന് നോക്കിയതെല്ലാം ഞാൻ അറിഞ്ഞിരുന്നു. ഞാൻ പിന്നെ ഒന്നും അറിയാത്ത പോലെ നിൻ്റെ മുന്നിൽ അഭിനയിച്ചതാ മോനെ. ആഹാ, കൊള്ളാലോ. നിങ്ങൾ ഫാമിലി മൊത്തം ഇങ്ങനെയുള്ള ആളുകൾ തന്നെയാണല്ലോ. ഞാൻ എങ്ങനെയാണെന്നാവോ ഇതിൽ വന്ന് പെട്ടത്. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? എൻ്റെ ഫാമിലിക്ക് എന്താടാ പ്രശ്നം? അയ്യോ, ഒരു പ്രശ്നമില്ല. നല്ല ബെസ്റ്റ് ഫാമിലി. ആർക്കും ഒന്നും രണ്ടും ഒന്നും പോരാ, നടന്നു കൊടുക്കണം. ഓ, നീ വലിയ ഡയലോഗ് ഒന്നും അടിക്കണ്ട. നീ അന്ന് വന്നപ്പോൾ ഞാൻ കണ്ടു നിൻ്റെ നോട്ടം. ഞാൻ പിന്നെ ചേച്ചിയുടെ മകനിലെന്ന് കരുതി ഒന്നും പറയാതിരുന്നതാ. ഓ പിന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ ചേച്ചി അങ്ങ് ഒലത്യാനെ. ചേച്ചിയുടെ സകല കള്ളക്കളിയും എനിക്കറിയാം. ഞാൻ പറഞ്ഞിട്ടല്ലേ ചേച്ചി ഇതെല്ലാം അറിഞ്ഞത്. ഇല്ലെങ്കിൽ ഇപ്പോഴും ഇതൊന്നും അറിയാതെ ചേച്ചി നടക്കേണ്ടി വന്നാനെ. എന്നിട്ട് എന്നോട് വലിയ ഡയലോഗ് അടിക്കുന്നു. ഞാൻ പറഞ്ഞു, ഡാ, അതിന് നിനക്കെന്താടാ കുഴപ്പം? എൻ്റെ ഭർത്താവ് പറയുന്നവരോടൊപ്പം ഞാൻ പോകും. നിനക്കൊന്നും അതിന് യോഗമില്ല, അത്ര വിചാരിച്ചാൽ മതി. അല്ലാതെ എന്നോട് കിടന്ന് കുരു പൊട്ടിയിട്ട് ഒരു കാര്യമില്ല മോനെ. ഓ, ആരുടെ കുരുവ പൊട്ടുന്നതെന്ന് എനിക്കറിയാം. എല്ലാം പറഞ്ഞു തന്നത് ഞാനല്ലേ. ഇപ്പോൾ ഞാൻ പുറത്ത്. ഏയ്, ഞാൻ ചുമ്മാ പറഞ്ഞതാടാ, നിന്നെ ഒന്ന് ചൂടാക്കാൻ. നീ വിഷമിക്കല്ലേ. എനിക്കെന്ത് വിഷമം? നിങ്ങളൊക്കെ വലിയ പുള്ളികളല്ലേ, നമ്മൾ വെറും പാവങ്ങൾ. നമുക്ക് നിങ്ങളുടെ അത്ര ധൈര്യമൊന്നും ഇല്ലേ. ഡാ, നീ അത് വിട്. നീ ഇങ്ങോട്ട് വാടാ. ഇപ്പോഴോ? അതിനെന്താടാ, നിനക്ക് ബൈക്കില്ലേ, എടുത്തിട്ട് വാടാ. ഏയ്, ഒന്ന് പൊക്കെ ചേച്ചി. ഇപ്പോൾ തന്നെ 12 മണി ആകാറായി. എനിക്ക് പേടിയാ, ആരെങ്കിലും കാണും. എന്നാ പേടിച്ചോണ്ട് നീ അവിടെ ഇരുന്നോ. അതിന് തന്നെയാ നിന്നെ കൊണ്ടൊക്കെ പറ്റുള്ളൂ. വലിയ ആണാണത്രേ പേടിത്തൊണ്ടൻ. ചേച്ചി, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട. ഞാൻ അങ്ങോട്ട് വരും. പിന്നെ ഞാൻ അത് ചെയ്തു ഇത് ചെയ്തെന്നൊന്നും പറയരുത്. ഏയ്, ഞാൻ ആരോടും ഒന്നും പറയാൻ പോകുന്നില്ല. നീ വന്ന് എന്താന്ന് വെച്ചാൽ ചെയ്തോ, എനിക്കതിന് ഒരു കുഴപ്പമില്ല.
ആണോ? എന്നാ ഞാൻ വരട്ടെ? ഞാൻ ചേച്ചിയോട് ചോദിച്ചു. നീ വാടാ, നീ എന്തിനാ പേടിക്കുന്നത്? അല്ല ചേച്ചി, രാജേട്ടനില്ലേ അവിടെ? രാജേട്ടൻ കണ്ട പ്രശ്നമാകില്ലേ? അങ്ങേരവിടെ ഫുൾ ഔട്ടായി കിടക്കാടാ. നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട. ഇനിയിപ്പോൾ നാളെ നോക്കിയാൽ മതി അങ്ങേരെ. അതിന് മാത്രം വലിച്ചു കയറ്റുമോ രാജേട്ടൻ? ആ, ഇടയ്ക്ക് അങ്ങനെ ഒരു കുടിയാ. കുടി തുടങ്ങിയാൽ പിന്നെ നിർത്തില്ല. ഇന്നിപ്പോൾ അത്യാവശ്യത്തിന് കുടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പേടിക്കാനില്ല. നീ ധൈര്യമായിട്ട് വാടാ. അങ്ങനെയാണെങ്കിൽ ചേച്ചി, ഞാൻ നാളെ വന്നാലോ? ഇന്നിപ്പോൾ സമയം ഇത്ര ആയില്ലേ? നിനക്ക് പറ്റുമെങ്കിൽ നീ ഇപ്പോൾ വാ, ഇല്ലെങ്കിൽ പിന്നെ നീ ഏരിയയിലേക്ക് വരണ്ട. അതെന്താ ചേച്ചി ഇപ്പോൾ തന്നെ വരാൻ വാശി പിടിക്കുന്നത്? എന്താ ചേച്ചിയുടെ പ്രശ്നം? ഓ, അപ്പോൾ എൻ്റെ പ്രശ്നം നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേടാ? നീ വല്ലാത്തൊരു പൊട്ടൻ തന്നെയാണല്ലോ. ഇനി നീ വരണ്ട, തൽക്കാലം ഞാൻ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. അത് പിന്നെ ചേച്ചി, ഈ പാതിരാത്രിക്കെല്ലാം വരാൻ പറഞ്ഞാൽ ഞാൻ എങ്ങനെ വരാനാ? അതും ചേച്ചിയുടെ വീട്ടിലേക്കുള്ള ആ ചെറിയ ഇരുട്ടുമൂടിയ റോഡിലൂടെ. അതാ ഞാൻ പറഞ്ഞത് നീ വരണ്ടെന്ന്. നീ പോയി ഉറങ്ങിക്കോ, അതാ നിനക്ക് പറഞ്ഞിട്ടുള്ളത്. ചേച്ചി ദേഷ്യത്തോടെ പറഞ്ഞ് കോള് കട്ട് ചെയ്തു. എനിക്കാകെ എന്തോ പോലെയായി. പോകാമെന്ന് വെച്ചാൽ ഈ സമയം എങ്ങനെയാ അത്രയും ദൂരം ഞാൻ ഒറ്റയ്ക്ക് പോവുക എന്നായി എൻ്റെ ചിന്ത. പിന്നെ ഞാൻ ഒരു ധൈര്യമില്ലാത്തവനാണെന്ന് ചേച്ചി വിചാരിക്കും എന്നായി മനസ്സിൽ. ഞാൻ ഫോണെടുത്ത് ചേച്ചിക്ക് മെസ്സേജ് അയച്ചു, ഞാൻ നാളെ വന്നാൽ മതിയോ എന്ന്. പക്ഷെ ചേച്ചി അതിനൊരു റിപ്ലൈയും തന്നില്ല. പെട്ടെന്ന് എൻ്റെ ഫോണിലേക്ക് വേറൊരു മെസ്സേജ് വന്നു. ഞാൻ നോക്കിയപ്പോൾ അനിയത്തിയായിരുന്നു അത്. എന്താ ചേട്ടാ, ഉറങ്ങിയില്ലേ? ഓൺലൈനിലുണ്ടല്ലോ. അവളുടെ മെസ്സേജായിരുന്നു അത്. ഞാൻ തിരിച്ച് മെസ്സേജ് അയച്ചു. അത് പിന്നെ നിനക്ക് നമ്മളെയൊന്നും മൈൻഡില്ലല്ലോ. അത് ചേട്ടാ, എൻ്റെ ഒരു ഫ്രണ്ട് കോൾ ചെയ്യായിരുന്നു. ഞാൻ അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓ, അവർക്കൊന്നും ബന്ധം തടസ്സമില്ലല്ലോ, നമുക്കല്ലേ ബന്ധങ്ങളെല്ലാം തടസ്സം. ഞാൻ അവളോട് ചോദിച്ചു. ഒന്ന് പോ ചേട്ടാ, ചേട്ടനും ആരൊക്കെയായിട്ട് കൊഞ്ചിയിരിക്കുകയായിരുന്നില്ലേ? ഓക്കെ, നടക്കട്ടെ. അതൊന്നും നമ്മളോട് പറയരുത്. മറ്റെല്ലാത്തിനും ഞാൻ തന്നെ വേണം. എടി, അത് ശോഭേച്ചയായിരുന്നു. ഞാൻ അവളോട് പറഞ്ഞു. ശോഭേച്ചിയോ? ശോഭേച്ചി എന്തിനാ ഈ സമയത്ത് മെസ്സേജ് അയക്കുന്നത്? അവൾ എന്നോട് ചോദിച്ചു. ആ, അതൊക്കെയുണ്ട്, ഞാനെല്ലാം പിന്നെ പറയാം. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? അവൾ എന്നോട് ചോദിച്ചു. എടി, അത് ശോഭേച്ചി എന്നോടിപ്പോൾ അങ്ങോട്ട് ചെല്ലാൻ പറയുന്നു. ഇപ്പോഴോ? ഈ 12 മണിക്ക് ശോഭേച്ചിക്ക് എന്താ വട്ടായോ? അല്ലടി, ശോഭേച്ചിക്കാകെ പിടിവിട്ട് നിൽക്കുക, അതിനാ എന്നെ വിളിക്കുന്നത്. അമ്പടാ, നീ ആൾ കൊള്ളാലോ. അവിടെ എത്തിച്ചോ നീ കാര്യങ്ങളുടെ കിടപ്പൊക്കെ? എടി, ഞാൻ എത്തിച്ചതൊന്നും അല്ല, ചേച്ചി തന്നെ എത്തിച്ചതാ. ചേച്ചി നമ്മളൊന്നും വിചാരിക്കുന്ന പോലുള്ള ആളല്ല, ഞാൻ അവളോട് പറഞ്ഞു. ആ, അതൊക്കെ എനിക്ക് പണ്ടേ അറിയാം, അവൾ പറഞ്ഞു. അതെങ്ങനെ നിനക്കറിയാം? ചേട്ടാ, ഒരു പെണ്ണല്ലേ, മറ്റൊരു പെണ്ണിനെ അറിയാൻ പറ്റൂ. അതുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട. ചേട്ടൻ കയറി പൊളിക്ക്, ഞാനുണ്ട് കൂടെ. എടി, അതിന് ചേച്ചി എന്നോട് വഴക്കിട്ട് പോയി. മെസ്സേജ് നോക്കുന്ന പോലുമില്ല. അതൊക്കെ ഞാൻ ശരിയാക്കി തരാം. നീ ആദ്യം ചേച്ചിക്കൊരു വീഡിയോ കോൾ ചെയ്. വീഡിയോ കോളോ? അപ്പോൾ അങ്ങോട്ട് പോവണ്ടേ? ഓ, അതൊക്കെ പോവാടാ. അതിന് മുമ്പ് വേറെ കുറച്ച് പരിപാടിയുണ്ട്. ആദ്യം ചേട്ടൻ കോള് ചെയ്. ആടി, ഞാൻ വിളിച്ചോളാം. എന്നിട്ട് ചേട്ടൻ ശോഭേച്ചിയുടെ ആ പിണക്കൊന്ന് മാറ്റ്. അത് കഴിഞ്ഞ് ഞാൻ തുറന്നു തരാൻ കഥക്. ചേട്ടൻ പോയിട്ട് വാ. അല്ലടി, ഞാനങ്ങനെ പിണക്കം മാറ്റുക, അതും വീഡിയോ കോളിലൂടെ? എടാ മണ്ടൻ ചേട്ടാ, ഈ ചേട്ടന് ഒന്നും അറിയാനും പാടില്ല, എന്നാൽ കാര്യങ്ങൾ നടക്കുകയും വേണം. അത് പോട്ടെ, ചേട്ടൻ മാറ്റണ്ട, ചേച്ചി മാറ്റിക്കോളും. ചേട്ടൻ വേഗം വിളിച്ചു നോക്ക്, അല്ലെങ്കിൽ ചേച്ചി ഇപ്പോൾ ഉറങ്ങും. ആടി, ഞാൻ വിളിച്ചു നോക്കാം. പിന്നെ ഒരു കാര്യം, ഒന്നിനും മടി കാണിച്ച് നിൽക്കണ്ട. ചേച്ചിയുടെ കൂടെ എല്ലാം ചെയ്തോളണം. ആടി, ഞാൻ വിളിച്ചു നോക്കട്ടെ. അങ്ങനെ ഞാൻ വേഗം ചേച്ചിയെ വീഡിയോ കോൾ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇനി ഇവിടെ എന്താ നടക്കുന്നതെന്ന് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ കയറിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി കേൾക്കാൻ പറ്റും. അപ്പോൾ വേഗം അങ്ങോട്ട് പോരട്ടോ. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും
ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം.